വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ് കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തോക്കിൻ തിരകൾ പോലീസ് പിടികൂടി. മമ്പാട് ഓടായിക്കലിലെ ഷെരീഖ് എന്നയാളുടെ വീട്ടിൽ നിന്നുമാണ് 10ഓളം തിരകൾ പിടിച്ചെടുത്തത്. ഇയാൾക്കെതിരെ ആയുധ നിയമപ്രകാരം കേസെടുത്തു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ CPI ഏറനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. അരീക്കോട് സബ് ട്രഷറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സംയുക്തമായി പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചു. തൊഴിലന്വേഷകർക്കും തൊഴിൽ ദാതാക്കൾക്കും സംയുക്തമായാണ് പരിപാടി നടത്തിയത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം. പോരൂർ കുടുംബശ്രീ മോഡൽ CDSഉം GRCയും സംയുക്തമായി പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ചു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തോക്കിൻ തിരകൾ നിലമ്പൂർ പോലീസ് നടത്തിയ പ്രത്യേക അന്വേഷണത്തിൽ പിടികൂടി. മമ്പാട് ഓടായിക്കലിലെ വീട്ടിൽ നിന്നുമാണ് തോക്ക് തിരകൾ പിടിച്ചെടുക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി നടത്തിയ പരിശോധനയിൽ ഓടായിക്കലിലെ ഷെരീഖ് എന്നയാളുടെ വീട്ടിൽ നിന്നുമാണ് 10ഓളം തിരകൾ പിടിച്ചെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. വീട്ടിലെ സ്റ്റോർ റൂമിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ തിരകൾ ഉണ്ടായിരുന്നത്. പ്രത്യേകമായ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ SI ജാബിറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പരിശോധന നടത്തുന്നത്. ഡിവൈഎസ്പിയുടെയും സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെയും ഒക്കെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു പരിശോധന നടത്തിയത്. ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചിരുന്നു, ഈ വീട്ടിൽ തോക്കിൻ തിരകൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന്. ഇങ്ങനെ നടത്തിയ ഒരു പരിശോധനയിലാണ് വീടിന്റെ സ്റ്റോർ റൂമിനകത്ത് ഒളിപ്പിച്ച നിലയിൽ, ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ 10ഓളം തിരകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തുടരന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും ഈ ഗൃഹനാഥൻ, ഈ വീടിന്റെ ഗൃഹനാഥൻ ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തിനായുള്ള അന്വേഷണം കൂടി ആരംഭിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ പോലീസ് ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. എന്തായാലും ഈ തോക്ക് തിരകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് ഇത് വീട്ടിൽ സൂക്ഷിച്ചത്, നായാട്ട് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നതൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഓടായിക്കൽ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു JCBയുടെ ഡ്രൈവറാണ് ഈ വീട്ടുടമ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഈ തിരകൾ വീട്ടിൽ നിന്നും കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. PM ശ്രീ പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഇപ്പോൾ അതിശക്തമാണ്. ഈ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി CPIയും പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തുണ്ട്. CPI ഏറനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരീക്കോട് സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേരളനാടിന് വേണ്ടേ വേണ്ട, പിന്നെ വിതക്കും, ഭിന്നിപ്പിന്റെ വിത്ത് വിതക്കും, ശാസ്ത്രബോധം വെട്ടിവരിക്കും, ശാസ്ത്രബോധം വെട്ടിവരിക്കും, ചരിത്രത്തിൽ തിരുത്തിയെഴുതും, ചരിത്രത്തിൽ തിരുത്തിയെഴുതും. CPI ഏറനാട് മണ്ഡലം സെക്രട്ടറി ഗോകുലം ബാബു അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഷഫീർ കിഴിശ്ശേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും നെഹ്റുവും ഭഗത് സിംഗും മുഗൾ ചരിത്രവും ഇല്ലാതെ കാവ്യവൽക്കരിക്കപ്പെട്ട സിലബസ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുവാനാണ് കേരള സർക്കാരുകളുടെ ശ്രമമെന്ന് ഷഫീർ കിഴിശ്ശേരി ആരോപിച്ചു. മൊയ്തീൻ കുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിഷീദ് അകമ്പാടം നന്ദി പറഞ്ഞു. കേരളത്തിലെ പൊതുസമൂഹം UDF ഭരണമേൽപ്പിച്ചു. നിങ്ങൾ ആലോചിക്കൂ, എന്താ PM-ശ്രീ വിഷയത്തിലെ ലീഗിന്റെ നിലപാട്, എന്താ PM-ശ്രീ വിഷയത്തിലെ UDF കോൺഗ്രസിന്റെ നിലപാട്? ഇത്ര മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കേരളത്തിലെ ഞങ്ങളുടെ നിലപാടെന്താണ്, CPIയുടെ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും. PM-ശ്രീ പദ്ധതിക്കെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കന്മാർ പറയേണ്ടത് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് PM-ശ്രീ വിഷയവുമായി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മിണ്ടാൻ കഴിയില്ല. കേരളം ഒഴികെ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും PM-ശ്രീ നടപ്പിലാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി. ആ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തിയ കേരളത്തിൽ PM-ശ്രീ നടപ്പാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നു. ഷംസുദ്ദീൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുസ്ലിം ലീഗിന്റെ വകുപ്പ് മന്ത്രിമാർ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് അഭിപ്രായം പറയണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുഹമ്മദ് റിയാസിന്റെ ഭാര്യയെ പോലും ജാതിയും മതവും നോക്കി വർഗീയപരമായ അഭിപ്രായം പറയുന്ന മുസ്ലിം ലീഗിന് വർഗീയവൽക്കരിക്കുന്ന കാവ്യവൽക്കരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ PM-ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വന്തം വകുപ്പിൽ അഭിപ്രായം പറയാൻ കഴിയാത്ത രൂപത്തിൽ അധപ്പതിച്ചു പോയിരിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വമാണ് ഈ രാജ്യത്തെ മുസ്ലിം ലീഗിന് സംഭവിച്ചിട്ടുള്ളത്. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തും സ്പെക്കുല എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് ഹബ്ബും സംയുക്തമായി പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചു. തൊഴിലന്വേഷകർക്കും തൊഴിൽ ദാതാക്കൾക്കുമായാണ് ഈ ഒരു പരിപാടി നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അമൃത പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തും സ്പെക്കുല എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയേഴ്സ് ഹബ്ബും കൂടി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്ലേസ്മെന്റ് ഡ്രൈവ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ഒട്ടനവധി തൊഴിലന്വേഷകരാണ് ഈ പരിപാടിയുമായിട്ട് സഹകരിച്ചത്. വിജ്ഞാന കേരളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലന്വേഷകരെയും തൊഴിൽ ദാതാക്കളെയും കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും ഈ പരിപാടിയിൽ ഒട്ടനവധി ആളുകൾ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുകയും അവർക്ക് ഇതിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ജോലി ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്തലിങ്ങൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ UK മഞ്ജുഷ, അംഗങ്ങളായ P. അബ്ദുൾ റസാഖ്, സിറാജ് തുള്ളിശ്ശേരി, K. സജനാമോൾ, അജിത കുതിരാടത്ത്, ജോയിന്റ് BDO I. അനിൽകുമാർ, വിജ്ഞാൻ കേരളം ഇന്റേൺ അനു ഹർഷഹ്, സാക്ഷരതാ കോർഡിനേറ്റർ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പോരൂർ മോഡൽ CDSഉം GRCയും സംയുക്തമായി യോഗ ദിനാചരണവും പ്രത്യേക ക്ലാസും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. നല്ല വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. യോഗ നമുക്ക് ശീലമാക്കി മാറ്റണം. ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ യോഗ മൂലം കഴിയും. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ അതുപോലെയല്ല പല തരത്തിലുള്ള യന്ത്രങ്ങൾ വന്നതോടുകൂടി നമ്മുടെ പേശികളും അടക്കം മാറിയിരിക്കുകയാണ്. അതിനാൽ ഒരു മാറ്റം വരുന്നതിൽ തന്നെയാണ് യോഗ ശീലമാക്കേണ്ടത്. CDS ചെയർപേഴ്സൺ PK ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പ്രത്യേക യോഗ ക്ലാസിന് യോഗ ഇൻസ്ട്രക്ടർ M. രജിത നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ P. ജുൽഫീന, പഞ്ചായത്ത് അംഗങ്ങളായ കണ്ണിയൻ കരീം, പ്രമീള, അബ്ദുൾ നാസർ, K. സാബിറ, കമ്മ്യൂണിറ്റി കൗൺസിലർ അഹല്യ, അക്കൗണ്ടന്റ് ശ്രുതി എന്നിവർ സംസാരിച്ചു. CDS ഉപസമിതി കൺവീനർ റഹീല സ്വാഗതവും FNHW RP MP കല്യാണി നന്ദിയും പറഞ്ഞു. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ.
എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുന്നു പ്രേക്ഷകരെ. SSLC +2 പരീക്ഷകളിലും LSS USS പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വണ്ടൂർ ടൗൺ വാർഡിലെ വിദ്യാർത്ഥികൾക്കായി വിജയാരവം 2026 സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ EP മുഹമ്മദ് കുഞ്ഞിയുടെ നേതൃത്വത്തിലാണ് അനുമോദന പരിപാടി നടത്തിയത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മുബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എക്സാമിൽ ഉന്നത വിജയം നേടിയ നജാ ഫാത്തിമ, ഐഫ, നിദാ ഫാത്തിമ, നജാ, അംറിൻ ആയിഷ. യഥാർത്ഥത്തിൽ ഗാന്ധി ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സ്ഥലം ഫുട്ബോൾ മൈതാനമാണ്. ഫുട്ബോൾ മൈതാനത്ത് രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശക്തമായി നടക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സ്ഥലം ഫുട്ബോൾ മൈതാനം. 2 ഇടവേളകൾക്കിടയിലെ സമയത്ത് ഗാന്ധി മൈക്കെടുത്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഈ ശേഷിയെ സമരശേഷിയായി വർദ്ധിപ്പിക്കണം. കറുത്ത വർഗ്ഗക്കാരനെന്ന് പറഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം മാറ്റിയെടുക്കാൻ വെള്ളക്കാരോട് നിങ്ങൾ പോരാടണമെന്ന് ഘോരം വിദ്യാഭ്യാസ സമ്പന്നനായ ഗാന്ധി പ്രസംഗിച്ച് കറുത്ത വർഗ്ഗക്കാരെ സംഘടിപ്പിച്ച് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഗാന്ധി തിരിച്ചു വന്ന് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വരുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. വി സുഫിയാൻ അധ്യക്ഷത വഹിച്ചു. ഫിൻവേഴ്സ് ക്ലാസസ് ഡയറക്ടർ KP മനോജ്, KA ജബ്ബാർ, ഉബൈദ് മുക്കണ്ണൻ, P സുരേഷ് ബാബു, അഫ്സൽ സീലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൂർ കുറ്റിയിൽ പ്രവർത്തിക്കുന്ന ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കായി വാട്ടർ പ്യൂരിഫയർ സമർപ്പിച്ച് തിരുവാലി റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ബാങ്ക് പ്രസിഡന്റ് KT സലീം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ശുദ്ധജലം ആരോഗ്യ ജീവനം എന്ന സന്ദേശമുയർത്തി കുട്ടികൾക്ക് ആരോഗ്യകരമായ ഒരു ഭാവി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സഹകരണ സംഘം ഈ കാരുണ്യ പ്രവൃത്തിക്ക് മുന്നിട്ടിറങ്ങിയത്. സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തി ബാങ്ക് നടപ്പിലാക്കുന്ന വിവിധ ജനക്ഷേമ പദ്ധതികളുടെ ഭാഗമായാണ് ഈ കാരുണ്യ പ്രവർത്തനവും. അപ്പോൾ ഇങ്ങനൊരു സംഭവം, ഒരു പ്രശ്നം, കുട്ടികൾ ഒരു വാട്ടർ പ്യൂരിഫയറിൻ്റെ സ്കേസിറ്റി പറഞ്ഞപ്പോൾ ഞങ്ങളെ ബോർഡിൽ വെച്ചപ്പോൾ ഞങ്ങളെ ഇത്തരം കാര്യങ്ങൾക്ക് എന്നും ഒരു ചൂട് മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സലീം KT എന്ന ഇമ്മി ഒരു കാര്യം, ഞാൻ 12,000 രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് വെച്ചിരുന്നത്. അത് പറ്റില്ല, കൊടുക്കണം, നല്ല സാധനം തന്നെ കൊടുക്കണം, നല്ല അവർക്ക് ഉപകാരപ്പെടുന്ന സാധനം കൊടുക്കണം, പൈസ നോക്കരുത് എന്ന് പറഞ്ഞ് നല്ലൊരു ഇത് നമ്മളെ പ്രസിഡന്റ് KT മാഷ് അതിന് നേതൃത്വം നൽകുകയും നല്ലൊരു പ്യൂരിഫയർ തന്നെ നൽകാൻ കഴിഞ്ഞു. ബാങ്ക് ഡയറക്ടർ KT അബ്ദുള്ളക്കുട്ടി, ആശ്രയ സ്പെഷ്യൽ സ്കൂൾ മാനേജർ KT മുഹമ്മദ്, E അബ്ബാസ്, ബാങ്ക് സെക്രട്ടറി P ഷജീല, നാരായണദാസ്, CK ഷാജി, അക്ബർ കരുമാര, KT സലീം എന്നിവർ സംബന്ധിച്ചു. തിരുവാലി റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുമായി ബന്ധപ്പെടുകയും അവരുടെ ബോർഡ് തീരുമാനം നമ്മുടെ സ്കൂളിന് വളരെ അനുകൂലമായിട്ട് ഒരു വാട്ടർ ഫിൽട്ടർ പ്യൂരിഫയർ സംഭാവന നൽകുകയും ചെയ്തു. അതിലുള്ള നന്ദി സ്കൂളിൻ്റെ പേരിലും കുട്ടികളുടെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും സ്വന്തം നേരിലും ഞാൻ അവരോട് അറിയിക്കുന്നു. പോരൂർ മുതിരി SMC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ജീവൻ രക്ഷാ ബോധവൽക്കരണ ക്ലാസും ഉന്നത വിജയികളെ അനുമോദിക്കലും നടത്തി. ആരവം 2026 എന്ന പേരിൽ നടത്തിയ പരിപാടി ഹെൽത്ത് ഇൻസ്പെക്ടറും BLS ട്രെയിനറുമായ CK നാസർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തെ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് അടിയന്തര ഘട്ടങ്ങളിൽ മനുഷ്യജീവൻ എങ്ങനെ നിലനിർത്താം എന്ന വിഷയത്തിൽ CK നാസർ അഹമ്മദ് ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് എടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് MT അജ്മൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബഷീർ നാലകത്ത്, N ജുസൈൽ, VP നബീൽ, KE ജസീം, CK റഫീഖ്, N ജുനൈദ്, K നിസാം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തോക്കിൻ തിരകൾ പോലീസ് പിടികൂടി. മമ്പാട് ഓടായിക്കലിലെ ഷെരീഖ് എന്നയാളുടെ വീട്ടിൽ നിന്നുമാണ് 10ഓളം തിരകൾ പിടിച്ചെടുത്തത്. ഇയാൾക്കെതിരെ ആയുധ നിയമപ്രകാരം കേസെടുത്തു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ CPI ഏറനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. അരീക്കോട് സബ് ട്രഷറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സംയുക്തമായി പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചു. തൊഴിലന്വേഷകർക്കും തൊഴിൽ ദാതാക്കൾക്കും സംയുക്തമായാണ് പരിപാടി നടത്തിയത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം. പോരൂർ കുടുംബശ്രീ മോഡൽ CDSഉം GRCയും സംയുക്തമായി പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,